വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 9-ാം അധ്യായം 1-ാം വാക്യം. ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. ഇസ്രായേലിലെ പ്രഥമ രാജാവായ ശൗലിൻ്റെ പിതാവായിരുന്നു കീശ്. അദ്ദേഹം ബെന്യാമീൻ ഗോത്രക്കാരനും ആയിരുന്നു. ധനവാനായ ഒരു കർഷകനായിരുന്നു കീശ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്. കീശിന് ധാരാളം ആടുമാടുകളും കഴുതകളും വേലക്കാരും ഉണ്ടായിരുന്നു. കീശിൻ്റെ പിതാവ് അബിയേൽ ആയിരുന്നു. എന്നാൽ 1 ദിനവൃത്താന്തം 8-ാം അധ്യായം 33-ാം വാക്യത്തിൽ കീശിൻ്റെ പിതാവ് നേർ എന്ന് കാണുന്നുണ്ട്. കീശ് എന്ന പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും ഉള്ളതായിട്ടും നമ്മൾ കാണുന്നു. മാത്രമല്ല, കീശ് എന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരായും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. യാക്കോബ് റാഹേൽ ബന്ധത്തിലെ മകനും യോസെഫിൻ്റെ സഹോദരനും ഗോത്രപിതാവുമായിരുന്ന ബെന്യാമീൻ്റെ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നാം കീശിനെ മനസ്സിലാക്കുന്നത്. ഈ പ്രഭാതത്തിൽ കീശ് എന്ന പിതാവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ഉത്തരവാദിത്വങ്ങൾ മകനെ ഏൽപ്പിക്കുന്ന ഒരു പിതാവ്. 1 ശമൂവേൽ 9-ാം അധ്യായത്തിലാണ് കീശ് എന്ന വ്യക്തിയെ നാം കാണുന്നത്. അദ്ദേഹം മഹാധനികനായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഴുതകൾ ഇവിടെ കാണാതെ പോകുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മഹാധനികനായതിനാൽ പിതാവിന് വേണമെങ്കിൽ ആ മൃഗങ്ങളെ ഒഴിവാക്കാമായിരുന്നു, പോയത് പൊക്കോട്ടെ എന്ന് കരുതാമായിരുന്നു. എന്നാൽ കീശ് ചെയ്യുന്നത് യൗവനക്കാരനും കോമളത്വമുള്ളവനുമായ തൻ്റെ മകനെ വിളിച്ച് കാണാതെ പോയ മൃഗസമ്പത്തിനെ കണ്ടുപിടിക്കുവാനുള്ള ഉത്തരവാദിത്വങ്ങൾ നൽകുന്നു. എന്നാൽ അപ്പൻ്റെ ആവശ്യം നിരസിക്കാത്ത ഒരു മകനെയും നാം ഇവിടെ കാണുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ മക്കളിലും സമ്പന്നത അല്ല നാം കാണിച്ചു കൊടുക്കേണ്ടത്, മറിച്ച് ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നാം അവരെ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളുടെ പ്രായം മനസ്സിലാക്കി ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങൾ അവർക്ക് നൽകുവാനും നാം എപ്പോഴും ബാധ്യസ്ഥർ ആയിരിക്കണം. രണ്ടാമതായിട്ട്, മകനെക്കുറിച്ച് വിഷാദിക്കുന്ന പിതാവ്. 1 ശമൂവേൽ 9-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്. ആ കഴുതകളെ അന്വേഷിച്ച് ശൗൽ എഫ്രയീം മലനാട്ടിലും ശാലീശ ദേശത്തും കൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. അവർ ശാലീം ദേശത്തു കൂടി സഞ്ചരിച്ചു, അവിടെയും കഴുതകൾ ഇല്ലായിരുന്നു. അവൻ ബെന്യാമീൻ ദേശത്തു കൂടിയും സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. എന്നാൽ സൂഫ് എന്ന് പറയുന്ന ദേശത്ത് എത്തിയപ്പോൾ ശൗൽ തൻ്റെ കൂടെയുള്ള ഭൃത്യനോട് ഇപ്രകാരം പറയുന്നുണ്ട്. ഇവിടെ അപ്പൻ നമ്മെ കാണാഞ്ഞ് വിഷാദിക്കും എന്ന് തൻ്റെ ഭൃത്യനോട് പറയുന്ന ഒരു മകനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മൃഗത്തെ അഥവാ കഴുതയെ കിട്ടിയില്ലെങ്കിലും ഇനി നമ്മളെ ഓർത്ത് അപ്പൻ വിഷമിക്കേണ്ട എന്ന് മകൻ തൻ്റെ ദാസനോട് പറയുന്നുണ്ട്. അത്രയും സ്നേഹവാനായ ഒരു പിതാവായിട്ടാണ് നമുക്ക് കീശിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരത്തിലെ പിതൃപുത്ര വാത്സല്യം നഷ്ടമായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. മാതാപിതാക്കളും മക്കളും തമ്മിലെ ഊഷ്മളമായ ബന്ധം ഊട്ടി ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പരസ്പരം കരുതലോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ കരുതുവാനും അവരെ ഞങ്ങളോട് എത്രയും ചേർത്ത് നിർത്തുവാനും സഹായിക്കണമേ. ആമേൻ.